നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് വിക്രം ചപ്പാത്തി വരുത്ത് വേദ വെജിറ്റബിൾ കുറുമയ്ക്കുള്ള ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പച്ചക്കറിക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വിക്രം പറഞ്ഞു, വേദേ, അല്ല നീ ജനിച്ച സമയോ തീയതിയും കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാമെന്ന് ചോദിച്ചു. എന്താ? അല്ല അത് കിട്ടുമായിരുന്നു, നിന്റെ ജാതകം ഒന്ന് എഴുതിക്കായിരുന്നു പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദ ചോദിച്ചു, എന്തിന്? ഇനിയും വല്ല താലികെട്ട് നടത്താനാണെന്ന് ചോദിച്ചു. ഓൾറെഡി ഇപ്പം 3 കഴിഞ്ഞെന്ന് പറഞ്ഞു. വിക്രം പറഞ്ഞു, 3 4 കഴിഞ്ഞില്ലേന്ന് ചോദിച്ചു. നീ അതൊക്കെ മറന്നുപോയെന്ന് ചോദിച്ചു. ഒന്ന് ക്ഷേത്രത്തിൽ വെച്ച്, പിന്നെ ശ്രീനി സാറും കൂട്ടരും നടത്തിയത്, പിന്നെ അതുമാത്രമല്ല ഓഡിറ്റോറിയത്തിൽ വെച്ച്, പിന്നെ അച്ചമ്മ നടത്തിയത്, അങ്ങനെ 4 തവണ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദം പറഞ്ഞു, അല്ലേലും ഈ താലിയിലൊക്കെ എന്തായിരിക്കണം അല്ലേ? താലിയുടെ താലിയൊന്നും വലിയ പ്രാധാന്യമുള്ള കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല, താലിയിലൊന്നും വലിയ കഥയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. വിക്രം പറഞ്ഞു, ഇപ്പം നീ പ്ലേറ്റ് മാറ്റ്, ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ പറഞ്ഞുകൊണ്ടിരുന്നേ. നേരത്തെ നീ പറഞ്ഞുകൊണ്ടിരുന്ന താലിയുടെ മഹാത്മ്യത്തെക്കുറിച്ചൊക്കെ ആയിരുന്നല്ലോ, പെട്ടെന്ന് എന്ത് പറ്റി നിനക്ക്? ഇത് കേട്ടുകഴിഞ്ഞപ്പം വേദ പറഞ്ഞു, അത് പിന്നെ ഞാൻ മുമ്പ് അച്ഛമ്മയുടെ കൂടെ ആയിരുന്നല്ലോ, അപ്പം അച്ഛമ്മ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നോട് കുറേ അധികം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓ നന്നായി, നിന്റെ അച്ഛമ്മ ചെന്നൈക്ക് പോയത്. അല്ലായിരുന്നെങ്കിലോ, നീ നിന്റെ അച്ഛമ്മയുടെ കൂടെ ആയിരുന്നെങ്കിൽ ഈ വേദാളം എന്നുള്ള പേര് ഞാൻ മാറ്റേണ്ട വന്നേനും, വല്ല വനിതാരത്നം ഇടേണ്ട വന്നേനെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദ ചിരിച്ചു. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, നീ അധികം ചിരിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. വേദ പറഞ്ഞു, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഈ വിദ്യാഭ്യാസവും പഠിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല ഈ വിദ്യാഭ്യാസം പഠിപ്പ് ഒന്ന് തന്നെയല്ലെന്ന് വിക്രം ചോദിച്ചു. ഓ അതേ പിടിച്ചു തുടങ്ങിയോ? അതെ, അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം പറയാം. വിക്രം പറഞ്ഞു, എനിക്കറിയാൻ പറയാൻ വന്നത് എന്താന്ന്, എനിക്കിട്ടുള്ള എന്തെങ്കിലും പണിയായിരിക്കും എന്ന് പറഞ്ഞു. വല്ല തെറി പറയാനും ആയിരിക്കും. വേദ പറഞ്ഞു, ഈ തെറി പറയുന്നതൊക്കെ അത് കൂടുതൽ ആണുങ്ങളാണ് പറയുന്നത്, പെണ്ണുങ്ങളൊന്നും പറയാറില്ലെന്ന് പറഞ്ഞു. പിന്നെ ആര് പറഞ്ഞു പറയാറില്ലെന്ന്? ആ സമയം വേദ പറഞ്ഞു, വിദ്യാഭ്യാസം ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല, പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്ന അനുഭവത്തിൽ നിന്നാന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞാൻ വിക്രത്തിൻ്റെ വീട്ടിലെത്തിയതിന് ശേഷമാണ് സ്നേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. ഉപാധികളില്ലാതെ സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്ന് വിക്രത്തിൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. വിക്രത്തിൻ്റെ വീട്ടിലുള്ള എല്ലാവരും എത്രമാത്രം സ്നേഹത്തിലാണ് കഴിയണമെന്നൊക്കെ അവിടെ വന്നതിന് ശേഷം പല കാര്യങ്ങളും എനിക്ക് പഠിക്കാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം വിക്രം വേദ ഒന്ന് നോക്കുകയാണ്. പിന്നീട് വിക്രം പറഞ്ഞു, പറഞ്ഞ് അങ്ങോട്ട് കയറി പോവാണല്ലോ എന്ന് പറഞ്ഞു. വേദ പറഞ്ഞു, ശരിയാ, സത്യമായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താ സത്യമല്ലേന്ന് ചോദിച്ചു. ആയിക്കോട്ടെ, ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞു. അതെ, പറഞ്ഞുകൊണ്ടിരുന്ന് ഇനിയിപ്പോൾ സമയം കളയണ്ട, ഞാൻ ചപ്പാത്തിയാണ്ടേ പരത്തി ചുട്ട് തീരാറായി, ഇതുവരെ ആയിട്ടും ആ വെജിറ്റബിൾ കുറുമയ്ക്കുള്ള പച്ചക്കറി അരിഞ്ഞ് തീർന്നിട്ടില്ലെന്ന് പറഞ്ഞു. ഇപ്പം തന്നെ തീർത്ത് തരാമെന്ന് പറഞ്ഞുകൊണ്ട് വേദ പെട്ടെന്ന് അരിയുവാണ്. അപ്പോഴേക്കും വേദയുടെ കൈ അറിയാതൊന്നും മുറിഞ്ഞു. വേദയുടെ കൈ മുറിഞ്ഞു കഴിഞ്ഞപ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് വേദ കഴിഞ്ഞു. വിക്രം ഓടി വന്നു. എന്താ എൻ്റെ കൈ മുറിഞ്ഞെന്ന് പറഞ്ഞു. ചോര വരുന്നുണ്ട്. വിക്രം പെട്ടെന്ന് ആ കൈ എടുത്ത് വെച്ച് ഇങ്ങനെ വായിക്കത്തേക്ക് വെച്ചിട്ട് ആ രക്തം ഇങ്ങനെ കളയാൻ നോക്കണം. ആ സമയത്ത് വേദ ഇതെന്ത് ചെയ്യാൻ പോവാന്ന് ചോദിച്ചു. അല്ല കുഞ്ഞുനാളിലേക്ക് ഇങ്ങനെയായിരുന്നു, എൻ്റെ കൈയൊക്കെ മുറിഞ്ഞ് കഴിയുമ്പോൾ അമ്മ അതെടുത്ത് കൈയെടുത്ത് വായിലേക്ക് വെക്കും, അങ്ങനെ പെട്ടെന്ന് മുറിവ് കരിയുമെന്നൊക്കെ എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, വിക്രം അത് ചെയ്തിട്ട് വേണം, എൻ്റെ കൈ സെപ്റ്റിക്കായി, ഇനി എൻ്റെ വിരൽ മുറിച്ച് കളയാമെന്ന് പറഞ്ഞു. വിക്രത്തിന് അത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി. അപ്പോൾ ഒരു തുണി എടുത്തോണ്ട് ആ വിക്രം എന്ന് പറഞ്ഞു. അങ്ങനെ വിക്രം പെട്ടെന്ന് പോയി ഒരു തുണി എടുത്തോണ്ടെന്നു. അതെ, ആൻറ്റിസെപ്റ്റിക് പൗഡർ എൻ്റെ ബാഗിനകത്ത് കാണും, അതും കൂടെ ഇങ്ങ് എടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ അതും എടുത്തിട്ട് തുണി വെച്ച് ചുറ്റുവാണ്. ഈ സമയം വിക്രം പറഞ്ഞു, ഇനി വേദ പൊയ്ക്കോ, ഞാൻ ഇതൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞു. ചെയ്യാനോ? വേണ്ട, ഞാൻ ഇതൊക്കെ ചെയ്തോളാം, വിക്രം പുറത്ത് വരുന്നോളാം പറഞ്ഞു. അങ്ങനെ വിക്രം എന്ത് ചെയ്തു, പുറത്ത് വന്നിരിക്കുകയാണ്. വിക്രത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴേക്കും വേദ അങ്ങോട്ടേക്ക് വന്നു. വേദ വന്നിട്ട് ചോദിച്ചു, എന്താ വിക്രം, എന്ത് പറ്റി, മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ എന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടാണോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, എനിക്ക് ശരിക്കും സങ്കടമായി, കാരണം പണ്ട് മുതൽ എൻ്റെ അമ്മയൊക്കെ ചെയ്യുന്നൊരു കാര്യമായിരുന്നത്, കൈവിരൽ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ മുറിവൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് വായിലേക്ക് വെക്കുന്നത്. പക്ഷെ അതുകൊണ്ടല്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വേദയുടെ കൈ സെപ്റ്റിക്കാവും, മുറിച്ചു മാറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഓ അതാണോ? അത് ഞാൻ വെറുതെ ഒരു ക്രഞ്ച് പറഞ്ഞല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയണം. അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, വേദയ്ക്ക് ക്രഞ്ച് അതായത്, പക്ഷെ എൻ്റെ മനസ്സിൽ അത് കൊണ്ടേന്ന് പറഞ്ഞു. സാരമില്ല, പോട്ടെ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞു വിക്രത്തെ ആശ്വസിപ്പിക്കുകയാണ് വേദ. പിന്നീട് വിക്രത്തെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് വേദ ഒരു കവിതയൊക്കെ ചൊല്ലുന്നുണ്ട്. വിക്രത്തിനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ സമയം വേദ ചോദിച്ചു, എങ്ങനെയുണ്ട് എൻ്റെ കവിത? അതെ, പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫേമസ് ആയിട്ടുള്ള കവിതയായിരുന്നു എന്ന് പറഞ്ഞു. പ്രണയിനികൾക്കിടയിൽ എന്ന് പറഞ്ഞു. ആഹാ കൊള്ളാലോ എന്ന് പറഞ്ഞു. പിന്നെ ഒരു വരിയും കൂടി ഉണ്ട് അവസാനം, അത് ഏത് വരിയാന്ന് ചോദിച്ചു. അപ്പോഴേക്കും വിക്രത്തെ ചേർത്ത് പിടിച്ചൊരു ഉമ്മ കൊടുക്കുകയാണ്. ഇതാന്ന് പറഞ്ഞു. വിക്രം പറഞ്ഞു, ആഹാ അത് കൊള്ളാലോ എന്ന് പറഞ്ഞു. വേദയെ ചേർത്ത് പിടിച്ച് വേദയെ ഉമ്മ വെച്ചിട്ട് പറഞ്ഞു, അതെ
ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ എന്താ പറയേണ്ടതെന്ന് പോലും അറിയില്ല. കാരണം തെമ്മാടിയായി എന്നെ പ്രണയിക്കാൻ പഠിപ്പിച്ച നീയാന്ന് പറഞ്ഞു. അതും പറഞ്ഞുകൊണ്ട് വേദയെ ചേർത്ത് പിടിക്കുകയാണ്. അങ്ങനെ അവരുടെ കുറച്ച് നല്ല പ്രണയ നിമിഷങ്ങളാണ് പുറത്തവരങ്ങനെ ആസ്വദിക്കുവാണ്. കാരണം ഇതിനു മുമ്പുണ്ടായിരുന്ന ആ ഒരു ചിന്തയും കാര്യങ്ങളും ഒന്നും ആയിരുന്നില്ല ഇപ്പോഴവരുടെ മനസ്സ്. കാരണം ഇതിനു മുമ്പുണ്ട എല്ലാ വിഷമങ്ങളും വേദനകളും അവർ ഒരു നിമിഷം കൊണ്ട് മറന്നു പോവുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ വേദയും മേരിയും പിന്നെ തേയിലത്തോട്ടത്തിൽ പണിയെടുക്കുന്ന സ്ത്രീകളെല്ലാവരും കൂടെ കൂടിയിട്ട് അങ്ങനെ ഒത്തുചേരുവാണ്. അപ്പോൾ അവരുടെയൊക്കെ ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തങ്ങൾക്ക് ആവശ്യമായ രീതിയിലുള്ള കൂലി കിട്ടണം. കാരണം പ്ലാന്റേഷൻ മാനേജർ കൂലി എഴുതിയെടുക്കുന്നുണ്ട്, പക്ഷെ അത്രയും തുക തങ്ങൾക്ക് കിട്ടുന്നില്ല. ആ കാര്യങ്ങളൊക്കെ അവരോട് കാര്യമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു വേദ. ഒടുവിൽ മേരി പറഞ്ഞു ഇതങ്ങനെ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുന്ന കാര്യമില്ലെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി ചോദിച്ചു, അല്ല ഉള്ള പണിയും കൂടെ ഇല്ലാതാവുമോ? എങ്ങനെ ഇല്ലാതാവാനായിട്ടാ? നമുക്ക് കിട്ടേണ്ട തുകയല്ല നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. നമ്മളെ കൊണ്ട് അയാൾ അങ്ങനെ ജീവിക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ പണിയെടുത്തിട്ട് നമുക്ക് കൂലി പോലും തരാതെ അയാൾ അതൊക്കെ എഴുതിയെടുക്കുമല്ലേ? ഇത്രയും കാലം നമ്മളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അഫിഡവിറ്റെല്ലാം അങ്ങനെയല്ലേ രേഖപ്പെടുത്തിയിരുന്നേ? ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഒരു ചേച്ചി പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യാം, എന്താന്ന് വെച്ചാൽ അങ്ങോട്ട് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഞങ്ങൾ എന്താ ചെയ്യണ്ടേ, എന്ത് ചെയ്യാനും ഞങ്ങൾക്ക് സമ്മതമാണെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം വേദ പറഞ്ഞു അതൊക്കെ മേരി ചേച്ചി പറയും എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോഴേക്കും മേരി പറഞ്ഞു അതെ മൈക്കിൾ അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അച്ഛനതിന് വേണ്ട രീതിയിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പം ഒരു ചേച്ചി ചോദിച്ചു അല്ല ഇനി നമ്മൾ പ്രശ്നം ഉണ്ടാക്കാൻ പോനാ, അടിയൊക്കെയാണോ ഉണ്ടാക്കണേന്ന് ചോദിച്ചു. അടിക്കും തല്ലിനും ഒന്നും നമ്മൾ പോകണ്ട, അയാൾ വരുമ്പോൾ ഹരാവോ ചെയ്യണമെന്ന് പറഞ്ഞു. ഹരാവോ ചെയ്യാനാ? അതേന്നേ, നമ്മൾ സമരം ചെയ്യണം. അയാൾ വരുമ്പോൾ അയാളെ നമ്മൾ തടഞ്ഞ് നമ്മൾ സമരം ചെയ്യണം. നമുക്ക് മതിയായ കൂലി കിട്ടാതെ നമ്മൾ എന്തായാലും ജോലിക്ക് ഇറങ്ങില്ല എന്ന് പറയണം. അതിന് അയാൾ വന്നില്ലല്ലോ വരുമല്ലോ, അപ്പോഴേക്കും നമ്മൾ സമരം ചെയ്യാൻ തുടങ്ങണം. മുദ്രാവാക്യം വിളിക്കണമെന്ന് പറഞ്ഞു. മുദ്രാവാക്യോ? അതെ ഞാൻ വിളിക്കാം, നിങ്ങളത് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഒരാൾ ചോദിച്ചു അല്ല അതിന് മേരിക്കും മുദ്രാവാക്യം വിളിക്കാനൊക്കെ അറിയാമോ? അതൊക്കെ എനിക്കറിയാം. അതെ പ്രകാശം വാഗ്ദാനത്തിൻ്റെ നോവലിനകത്തെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്, ആ മുദ്രാവാക്യം ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കയ്യിലിരുന്ന പേപ്പറൊക്കെ എടുത്ത് മേരി വായിക്കണ സമയത്ത് വേദ പറഞ്ഞു ആഹാ മേരി ചേച്ചി കൊള്ളാലോ, അപ്പം എല്ലാം നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാ വന്നതല്ലേന്ന് ചോദിച്ചു. പിന്നല്ലാതെ അങ്ങനെ മേരി മുദ്രാവാക്യം വിളിച്ചു. മുദ്രാവാക്യം വിളിച്ചു കഴിഞ്ഞപ്പോൾ ബാക്കി എല്ലാവരും ഇത് ഏറ്റു വിളിക്കുകയാണ്. അപ്പോഴേക്കുമാണ് ജോബി അങ്ങോട്ടേക്ക് വരുന്ന പ്ലാന്റേഷൻ മാനേജർ. അയാൾ വന്നിട്ട് ചോദിച്ചു ഇതെന്താ സമരമാണോ എന്ന് ചോദിച്ചു. അത് സാറേ ഞങ്ങൾക്ക് മതിയായ കൂലി കിട്ടണം, കാരണം ഞങ്ങളുടെ പൈസ പകുതി സാർ എഴുതിയെടുക്കുമല്ലേ, അത് ഞങ്ങൾക്ക് കിട്ടിയാൽ മതിയാവുള്ളൂ പറഞ്ഞു. അത് കേട്ടപ്പോൾ വേദി ഒന്ന് നോക്കിയിട്ട് ജോബി പറഞ്ഞു എനിക്ക് മനസ്സിലായി ഇതെവിടെന്നാ വരുന്നതെന്ന്, ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കും മനസ്സിലായെന്ന് പറഞ്ഞു. അല്ല നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും വേദ പറഞ്ഞു ഇവർക്ക് അർഹതപ്പെട്ടല്ലേ സാറേ ചോദിക്കണമെന്ന് ചോദിച്ചു. ഓ ഇതിനു വേണ്ടിയിട്ടാണോ നീ മല കയറി ഇങ്ങോട്ടേക്ക് വന്നേ? ഇപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലാവുന്നേ? സാറേ മല കയറി വരേണ്ട കാര്യമൊന്നുമില്ല. 1951 പ്ലാന്റേഷൻ ആക്ടും കാര്യങ്ങളൊക്കെ സാറിന് അറിയാവുന്നല്ലേ, ഇനി ഞാൻ കൂടുതൽ പറഞ്ഞു തരണമെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം അയാളൊന്ന് അമ്പരന്നു. പിന്നീട് വേദ കുറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, തൊഴിലാളികളുടെ ക്ഷേമത്തെക്കുറിച്ചും പിന്നെ ആ അഫിഡവിറ്റ് ഒപ്പിട്ട് വാങ്ങിയത്. അങ്ങനെ ഒരു സാധനം ഒപ്പിട്ട് വാങ്ങേണ്ട ഒരു കാര്യമില്ല, പിന്നെ സാർ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ വാങ്ങിയെന്ന് ചോദിച്ചു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മേരി പറഞ്ഞു ഉത്തരം പറ സാറേ, ഇത്രയും കാലം ഞങ്ങളെ പറ്റിച്ച് ജീവിച്ചില്ലേ, ഇനി അത് പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടിയാൽ മതിയാവുള്ളൂ പറഞ്ഞു. ഓ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ, ഇപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലാന്നേ. പിന്നീട് വേദന എടുത്ത് നിന്നിട്ട് എടി നീ നിന്റെ കെട്ടിയോനും ഒരുത്തന്നെ കൊന്നിട്ട് ഇവിടെ ഒന്ന് സുഖിച്ചു കഴിയാന്ന് വിചാരിച്ചില്ലേ, അത് നടത്തില്ലടി, അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കൂടെയുള്ളവർക്ക് ഞെട്ടിപ്പോയി. വേദ അങ്ങനെ വ്യക്തിയായിരുന്നോ എന്നൊരു ചിന്ത അവരുടെ ഒക്കെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയണ്ടായിരുന്നില്ലല്ലോ. ആദ്യം ഒരു കാര്യം ചെയ്യാം, സമരത്തിന് മുമ്പ് നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞു. നിന്നെ വന്ന് പോലീസ് പൊക്കിക്കൊണ്ട് വന്ന് കാണിച്ചു തരാടി. ആദ്യം നിന്നെ പോലീസ് കൊണ്ടോട്ടെ, നിന്റെ ഭർത്താവിനെ ഇപ്പം തന്നെ പോലീസിനെ വിളിച്ചിട്ടുള്ളെന്ന് പറഞ്ഞുകൊണ്ട് ജോബി പെട്ടെന്ന് തന്നെ, ജോബിക്ക് അവിടെ പോലീസുകാരെയൊക്കെ പരിചയമായിരുന്നു, വിളിക്കുകയാണ്. സാറ് പെട്ടെന്ന് ഈ തോട്ടത്തിലേക്ക് വരണമെന്ന് പറഞ്ഞു. എന്താ ജോബി കാര്യം? അതെ ഇവിടെ ഒരു കൊലക്കേസിലെ പ്രതിയും അയാളുടെ ഭാര്യയും ഒന്ന് ഒളിവിൽ താമസിക്കുന്നുണ്ട്, അപ്പോൾ അവരെ ഒന്ന് പിടികൂടാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. ശരി ഞാനിപ്പം തന്നെ വന്നേക്കാന്ന് പറഞ്ഞു. പിന്നീട് വേദയെ നോക്കുവാണ്. വേദയ്ക്ക് ഒരു കൂസലും ഉണ്ടായിരുന്നില്ല, കാരണം എല്ലാം വരുന്നതൊക്കെ നേരിടാൻ തയ്യാറായിട്ടാണ് വേദ നിന്നിരുന്നത്. അങ്ങനെയൊന്നും പിന്മാറി കൊടുക്കുന്നില്ല എന്നൊരു ചിന്തയായിരുന്നു വേദയുടെ മനസ്സിൽ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.